ഏറെ സമാധാനപരമായി കഴിഞ്ഞിരുന്ന നാട്, അവിടേക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗുണ്ട താമസിക്കാനായി എത്തുന്നു. ശല്യം സഹിക്കാൻ കഴിയാതെ നാട്ടുകാർ ഗുണ്ടയ്ക്കെതിരെ പരാതി കൊടുക്കുകയും പോലീസ് കാപ്പ ചുമത്തി ഇയാളെ ജയിലിലടക്കുകയും ചെയ്തു. ഈ ഗുണ്ടയുടെ ഭാര്യ ഇപ്പോൾ നാട്ടുകാരെ പോക്സോ കേസിൽപ്പെടുത്താൻ വ്യാജ പരാതികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് പരാതി. തിരുവനന്തപുരം കരിക്കകത്താണ് പൊതുപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ പോക്സോ കേസുകൾ നൽകിയിരിക്കുന്നത്. ഒരു ഗുണ്ടയെ ഭയന്ന് നാട്ടുകാർ പൊതുയോഗം വിളിക്കേണ്ടി വന്ന കാഴ്ചയാണിത്. 2.5 വർഷം മുൻപാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കരിക്കകത്ത് താമസക്കാരനായി എത്തിയത്. പിന്നെയുള്ളത് നാട്ടുകാർ പറയും. സ്ഥാനപ്പേര് പട്ടിസുജിത്തെന്നാണ്. ഇയാൾ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം ഇയാൾ വെള്ളമടിക്കുമ്പോഴെല്ലാം റോഡിലിറങ്ങി ഇന്ന് പട്ടാപ്പകൽ വരുന്ന കാറുകൾ ചെറുക്കുക. ഈ ടെക്നോ പാർക്കിലുള്ള കുട്ടികളെ അവർ ചിലപ്പോൾ അവരുടെ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ അവരുടെ കുടുംബമായിരിക്കും. അവരെയൊക്കെ ചെറുത്ത് പരിശോധിക്കുക, ഞാനിവിടുത്തെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഉടുപ്പൊക്കെ ഊരിയിട്ട് ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ കറുത്ത കണ്ണടയൊക്കെ വെച്ച് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ ഒരു പെൺകുട്ടിയാണ് നടത്തുന്നത്. ആ കുട്ടിയുടെ അടുത്ത് നിന്ന് അയാളുടെ ഏതോ ഒരു കള്ളക്കേസിന് സാക്ഷി പറയാൻ പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ് പൊക്കൂല എന്ന് പറയും. ഉടനെ ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വയ്ക്കുക, ആ കുട്ടിയെ ഉപദ്രവിക്കുക, കടയെ അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു. കൃത്യമായി എല്ലാ നടപടികളും കൃത്യമായി ഇല്ലെങ്കിൽ ഇവിടെയുള്ള എത്രയോ പേര് കേസിൽ അകപ്പെട്ടവനെ എഫ്ഐആർ ആയനെ ഇവൾ രക്ഷപ്പെടും, ഇവൻ രക്ഷപ്പെടുവാനും പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെടുത്ത് എഫ്ഐആർ ഇടേണ്ട ഇല്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടി അവന് കാപ്പയായി. പോലീസിൽ പരാതി നൽകിയതോടെ കാപ്പ ചുമത്തി വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അതോടെ ഗുണ്ടയുടെ ഭാര്യ നാട്ടുകാർക്കെതിരെ തിരിഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്ററുകൾ കീറി രാഷ്ട്രീയ കലാപത്തിന് ശ്രമിച്ചു. പൊതുപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ പോക്സോ കേസുകൾ നൽകി. അവനേക്കാൾ ഭീകരമാണ് അവൻ്റെ ഭാര്യ. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു താമസ സ്ഥലത്ത് മുഴുവൻ ഈ സിത്താര എന്ന് പറയുന്ന അവളാണ് ഈ പ്രശ്നക്കാരി. സുജിത്ത് എന്ന് പറയുന്നവനെ കേസിൽ കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് സ്ത്രീയാണ്. 2 പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 4 ആളുകളുടെ പേരിൽ കേസ് കൊടുത്തു. അതെല്ലാം പോക്സോ എടുക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് പോസ്കോ വരുമ്പോൾ അത് സിത്താര വന്ന അവരും മോളുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തടഞ്ഞു നിർത്തി പള്ളി വിളിച്ചെന്നും പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം അവിടെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. നഷ്ടമായ സമാധാനം ഇനി എന്ന് തിരികെ ലഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് കരിക്കകം നിവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം.